ഹലോ എവരിവൺ 2024 ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ അവാർഡിന് അർഹയായ മലയാളിയാണ് ഡോക്ടർ വൃന്ദ വർമ്മ. 2024 മയായി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബൽ സഖ്യം. 2024 മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവ് ദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. പാകിസ്ഥാൻ ഏകദിന ട്വന്റി ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി നിയമിതനായത് ബാബർ അസം. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ആടുജീവിതം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര, കൊല്ലം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് ക്യാപ്സ്. ലോക ഓട്ടിസ അവബോധ ദിനം ഏപ്രിൽ 2. ഇന്ത്യയിലെ ആദ്യ AI അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ. 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച സാഹിത്യകാരനാണ് C. രാധാകൃഷ്ണൻ. 2024 ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് ഷൈനി വിൽസൺ. ATP പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് ലഭിച്ചത് നൊവാക് ജോക്കോവിച്ച്. T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. 2024 ഏപ്രിലിൽ അന്തരിച്ച കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനാണ് P. രവിയച്ചൻ. ഈജിപ്തിന്റെ പ്രസിഡന്റായി 3-ാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് അബുൽ ഫാത്ത അൽ സിസി. അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയിങ് മോണ്ടിനെഗ്രോ. 2024 ഏപ്രിലിൽ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജുഡിത്ത് സുമിൽവ ഡുലുക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച US സംസ്ഥാനമാണ് അരിസോണ. പ്രഥമ മാധവക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. അടുത്തിടെ 900 വർഷം പഴക്കമുള്ള ചാലുക്യ ലിഖിതം കണ്ടെത്തിയ ഗംഗാപുരം ഏത് സംസ്ഥാനത്താണ്? തെലുങ്കാന. കേരളത്തിന്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് S. മണികുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് എൻകോർ. 2024 ഏപ്രിൽ റിയാക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ രാജ്യമാണ് തായ്വാൻ. പഠനം നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ വീടുകളിലെത്തിയ അധ്യാപകർ പഠന പിന്തുണ നൽകുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ലോകത്തിലെ ആദ്യത്തെ ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചത് എവിടെയാണ്? പാലി, രാജസ്ഥാൻ. 2024 ഏപ്രിൽ മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യമാണ് USA. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയാണ് നെറ്റ്സ്കർ 90. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ഏപ്രിലിൽ ആഘോഷിച്ചത്? 75. 2024 ഏപ്രിൽ 4-ന് 75 വയസ്സ് തികയുന്ന സൈനിക സഖ്യമാണ് നാറ്റോ. 2024 ഏപ്രിൽ കണക്കുകൾ പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 121. 2024 ഏപ്രിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. റബ്ബർ ബോർഡിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് എംറൂബ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. 2024 തോമസ് കപ്പ് വേദി ചൈന. 2024 ഏപ്രിൽ G1 ടാഗ് ലഭിച്ച കത്തിയ ഗിഗു ഏത് സംസ്ഥാനത്തെ ഗോതമ്പിനമാണ്? ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഇസ്യൂട്ട്. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യമാണ് ഗയാന. 75 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് മൂഗി. ഗ്രീസിൽ നടന്ന പനോരമ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയത് അഭിലാഷ് പ്രേസർ. 2024 ഏപ്രിലിൽ കൊല്ലപ്പെട്ട ലൂക്ക് ഫ്യൂർലൂസ് ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ താരമാണ്? ദക്ഷിണാഫ്രിക്ക. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2024 പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. അരുണാചൽ പ്രദേശിന് സംഗ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന. മലയാള സിനിമാ ചരിത്രത്തിൽ അതിവേഗ 100 കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് ആടുജീവിതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയാണ് ദേവഹരിതം. കേരളത്തിലെ ആഡംബര നികുതിയുടെ പുതിയ പേര് അധിക നികുതി.
കേരളത്തിലെ ആദ്യ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. പക്ഷികളും ഒരു മനുഷ്യനും എന്ന കൃതിയുടെ രചയിതാവാണ് സുരേഷ് ഇളമാൻ. അടുത്തിടെ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ആണവവാഹകശേഷിയുള്ള ന്യൂജൻ ബലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8-ന്. സ്ലോവാക്യയുടെ പുതിയ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനിയാണ് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. 2024 ഏപ്രിൽ അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൈൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരനാണ് രാകേഷ് മോഹൻ. 2024 ഏപ്രിൽ ആരംഭിച്ച മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് ദോസ്തി 16. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ഹർദിക് സിംഗ്. 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് സലീമ ഡട്ടെ. ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽകിസ് മിർ. തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലാണ് ഓർഡർ. 2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. 2024 ഏപ്രിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരാദ്വീപ്. 2024 ഏപ്രിൽ അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൈൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ്. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. അടുത്തിടെ കേരള സർവകലാശാലയുമായി ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാമേശ്വരം. 2024 ഏപ്രിൽ 8-ന് അന്തരിച്ച ദേവഗണം എന്ന പുതിയ അടിസ്ഥാന കണിയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിഗ്സ്. IPL-ൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ. കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ജുഡിത്ത് സുമിൻവ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിതയാണ് ഷെയ്ഖ്ഫാലി ബി ഷരൺ. ലോക പാർക്കിൻസൺ ദിനം ഏപ്രിൽ 11. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ലോകത്തെ ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് B/C വൈറസ് ബാധിതരുള്ള രാജ്യമാണ് ചൈന. 2024 ഏപ്രിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുപ്രധാന ഏജൻസികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യനാണ് ലോകേഷ് മുനി. അടുത്തിടെ 2000 വർഷം പഴക്കമുള്ള ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയം കണ്ടെത്തിയ രാജ്യമാണ് ഈജിപ്റ്റ്. 2024 ഏപ്രിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ എയർലൈനാണ് ഇൻഡിഗോ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇംഗ്ല-S എന്ന മിസൈൽ വാങ്ങുന്നത്? റഷ്യ. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത് സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. 2024 ഏപ്രിൽ സിഗ് എന്ന ഗോൾഡ് ബാക്ക്ഡ് കറൻസി പുറത്തിറക്കിയ രാജ്യമാണ് സിംബാബ്വെ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യമാണ് റൊമാനിയ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യമാണ് റഷ്യ. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10. 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. 77ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ പാം ഡി ഓർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയാണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയാനുള്ള കടലാസരഹിത പരിശോധനാ സംവിധാനമാണ് ഡിജിയാത്ര. 2024 ഏപ്രിൽ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ്? നാസ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതനായ ആദ്യ വനിതയാണ് ലിൻഡി കാമറൂൺ. 2024 ഏപ്രിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൾസ്ക വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യുക്രൈൻ.
ദേശീയ ജലദിനം ഏപ്രിൽ 14. 2024 പുറത്തിറങ്ങിയ റഷ്യൻ തടവറയിലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. അടുത്തിടെ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരമാണ് മേരി കോം. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സാണ് 2024 പാരീസ് ഒളിമ്പിക്സ്. 2024 ഏപ്രിൽ അന്തരിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിലൊരാളുമായിരുന്ന വ്യക്തിയാണ് മുരാരിലാൽ. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. IPL-ൽ ഒരു ടീമിന് വേണ്ടി 180 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. 2024 അണ്ടർ-23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയാണ് ഖത്തർ. ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാണ് ഗോപീചന്ദ് തോട്ടുപുറ. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഡെവിൻ. ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കുക്കീസ്. എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം. ദേശീയ ഓർക്കിഡ് ദിനം ഏപ്രിൽ 16. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മിന്നുമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ടീമിലെത്തുന്ന മലയാളി താരങ്ങളാണ് സഞ്ജന സജീവനും ആശാ ശോഭന. 2024 ഏപ്രിൽ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനമാണ് IISc ബംഗളൂരു. 2024 ഏപ്രിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ലൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് സൽമാൻ റുഷ്ദി. അടുത്തിടെ അന്തരിച്ച ഡെറിക് അണ്ടർവുഡ് ഏത് രാജ്യത്തിന്റെ ഇതിഹാസ സ്പിന്നിംഗ് ബൗളറായിരുന്നു? ഇംഗ്ലണ്ട്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. 2024 പ്രമേയം ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഉദയ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രമാണ് പോൺസ് ബ്രൂക്സ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത്. കംബോഡിയയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറാണ് ദേവയാനി ഗോബ്രഗഡെ. 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞനാണ് KG ജയൻ. 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരമാണ് ഡെറക് അണ്ടർവുഡ്. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. 2024 പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. T20-യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്ററാണ് രോഹിത് ശർമ്മ. ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യമാണ് ഇന്ത്യ. 144.17 കോടി ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും യോജന. 2024 ഏപ്രിൽ മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെ MEN5CV എന്ന പേരിൽ വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. 2024 ഏപ്രിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാണ് സാക്ഷി മാലിക്. അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.8%. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ലോറൻസ് വോങ്.